ഉണ്ണിയാർ എഴുതി മാർട്ടിൻ പ്രക്കാട് ഡയറക്ട് ചെയ്ത ഫിലിമാണ് ചാർലി. ദുൽഖർ സൽമാനും പാർവതിയുമാണ് ഇതിലെ ലീഡ് റോൾസിൽ എത്തുന്നത്. ചാർലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ടും ജോജു ജോർജും ഷെബിൻ ബെക്കനും ചേർന്നാണ് ഫൈൻഡിങ് സിനിമ എന്ന ബാനറിൽ. ചാർലി എന്ന ഈ ഫിലിമിൽ ദുൽഖറിന്റെ ക്യാരക്ടറിന്റെ പേര് തന്നെയാണ് ചാർലി എന്നത്. ചാർലിയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചാർലിയായി എത്തുന്ന ദുൽഖർ ഒരു വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള യങ് മാൻ ആണ്. തന്റെ പ്രായത്തെക്കാൾ ഏറെ ലൈഫിലെ എക്സ്പീരിയൻസ് ഇയാൾക്കുണ്ട്. ഒരുപാട് ട്രാവൽ ചെയ്യാനും ജീവിതം വളരെ ഭംഗിയായി ജീവിച്ചു തീർക്കാനും ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ചാർലി. ജീവിതത്തെ ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് ഇയാൾ കാണുന്നതും. അത് മാത്രമല്ല, ചുറ്റിനുള്ള എല്ലാവരുടെ ജീവിതത്തിലേക്കും സന്തോഷം നിറയ്ക്കാനും ഇയാൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പാർവതി ചെയ്യുന്ന ടെസ എന്ന ക്യാരക്ടർ ഈ ഫിലിമിൽ എത്തുന്നത് ഒരു ഗ്രാഫിക്കൽ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ലൈഫിനെ കുറിച്ച് ഒരു സെൻസിറ്റീവ് ഔട്ട്ലുക്കാണ് ഈ പെൺകുട്ടിക്കുള്ളത്. ടെസയുടെയും ചാർലിയുടെയും ലവ് സ്റ്റോറിയാണ് ചാർലി എന്ന് പറയുന്ന ഈ ഫിലിം. ഇവരുടെ പ്രണയം മാത്രമല്ല, ഇവർ എങ്ങനെ ചുറ്റിനുമുള്ളവരുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതും ഈ കഥയുടെ ഭാഗമാണ്. ചാർലി ആയിട്ട് ദുൽഖർ സൽമാൻ ബ്രില്യൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റണിംഗ് ഫ്രീ സ്പിരിറ്റഡ് യങ് മാൻ തന്നെയാണ് ദുൽഖർ സൽമാൻ ഈ സിനിമയിൽ. പറയാതെ നിവർത്തിയില്ല, ഓരോ ദിവസം കഴിയുന്തോറും ദുൽഖർ സൽമാൻ എന്ന ആക്ടർ ഒരുപാട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ മെച്ചുവേർഡ് ആക്ടിംഗ് സ്കിൽസ് കൊണ്ട് പാർവതി ഭംഗിയായി തന്നെ ടെസയെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ജനറേഷനിലെ ഒരു ഫൈനസ്റ്റ് ആക്ട്രസ് ആണ് പാർവതി എന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും ദുൽഖറിന്റെയും പാർവതിയുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഈ ഫിലിമിന്റെ സോൾ തന്നെയാണ്. അപർണ ഗോപിനാഥ്, നെടുമുടി വേണു, KPSC ലളിത, കൽപ്പന, ടൊവിനോ തോമസ്, ചെമ്പൻ വിനോദ്, സൗബിൻ ഷാഹിർ, രമേശ് പിഷാരടി എന്നിവരൊക്കെയാണ് മറ്റ് കാസ്റ്റിൽ എത്തുന്നത്. ഇവരെല്ലാവരും തന്നെ അവരവരുടെ റോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഉണ്ണിയാറിന്റെ എഴുത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു ചെറിയ ലവ് സ്റ്റോറിയെ വളരെ ഫ്രഷ് മൂവി എക്സ്പീരിയൻസ് ആക്കിയാണ് ഉണ്ണിയാർ മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്കില്ലും ഉണ്ട്. പെർഫെക്റ്റ് ക്യാരക്ടറൈസേഷൻ ഈ ഫിലിമിലെ എല്ലാ സിറ്റുവേഷൻസിനെയും നന്നായി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആസ് എ ഡയറക്ടർ മാർട്ടിൻ പ്രക്കാട് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഈ ഫിലിം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫിലിം എൻ്റർടൈൻമെൻറ്റ് ലവേഴ്സിനെയും അതുപോലെ തന്നെ മൂവി ലവേഴ്സിനെയും പ്ലീസ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. ജോമോൻ ടി ജോണിൻ്റെ സിനിമറ്റോഗ്രഫി എന്നത്തെ പോലെയും ബ്രെത്ത് ടേക്കിംഗ് ആണ് ഈ ഫിലിമിലും. ജോമോന്റെ എക്സെപ്ഷണൽ സ്കിൽസ് ചാർലി എന്ന ഈ ഫിലിമിനെ ഒരു പെർഫെക്റ്റ് വിഷ്വൽ ട്രീറ്റ് ആയി തന്നെ മാറ്റിയിരിക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് സമീറ സനീഷിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. ഷീ ഡിസേർവ്സ് എ സ്പെഷ്യൽ അപ്ലോസ് ഫോർ വാട്ട് ഷീ ഈസ് ഡൺ ഇൻ ദ മൂവി. നാഷണൽ അവാർഡ് വിന്നിംഗ് മ്യൂസിഷ്യനായ ഗോപി സുന്ദറാണ് ഈ ഫിലിമിന്റെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഡിഫറെൻറ്റും റിതമിക്കുമായിട്ടുള്ള ട്യൂൺസ് ആണ് ഈ ഫിലിമിൽ ഗോപി സുന്ദർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഫിലിമിന്റെ നേച്ചറിനെ തന്നെ നന്നായി കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ, ചാർലി എന്ന് പറയുന്ന ഫിലിം ഒരു ഫ്രഷ് ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയാണ്. ഈ ഫെസ്റ്റിവൽ സീസണിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫിലിം.